ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി. കാരണം കുചേലൻ കൊണ്ടുവന്ന ഒരുപിടി അവിലാണ്. അതുപോലെയുള്ള ഒരുപാട് കുചേലന്മാർ ഇവിടെ ചിത്രങ്ങൾ വരക്കുന്നുണ്ട്. ആർക്കും വേണ്ട. സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തട്ടമിട്ട മുസ്ലിം പെൺകുട്ടി വരച്ച കൃഷ്ണന് ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണ്. അതായത് അവരെ ആ കൃഷ്ണനെയും കൊണ്ട് പോകുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നു. അവർക്ക് ഒരുപാട് പേർ പൈസ അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു പാവപ്പെട്ട ഒരു കൃഷ്ണഭക്തൻ ഇതുപോലെ ചിത്രങ്ങളൊക്കെ വരച്ച് അദ്ദേഹത്തിൻ്റെ മകളെയും കൂട്ടി ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി. പക്ഷെ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അയാളൊരു ഒറിജിനൽ ഹിന്ദുവാണ്, അതുപോലെ തന്നെ ഒരു കൃഷ്ണഭക്തനാണ്. ഇതൊക്കെ ആണെങ്കിലും അയാളുടെ ചിത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കൃഷ്ണഭക്തന്മാർക്ക് താല്പര്യമില്ല. അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് കൃഷ്ണൻ്റെ പടങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എല്ലാവരോടും വാങ്ങിക്കണം. അതായത് ഒരു മുസ്ലിം പെൺകുട്ടിയോട് മാത്രമല്ലാതെ എല്ലാവരോടും നിങ്ങൾ പടം മേടിക്ക്. എന്താണ് അങ്ങനെ ഇത് കാണിക്കുന്നത്? ഒരുപാട് പേര് ജീവിക്കാൻ വേണ്ടിയിട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ നിന്ന് തുച്ഛമായ വിലയേ ഉള്ളൂ. ഒരു 100 150 ഇല്ലെങ്കിൽ ഒരു 500 കൊടുത്താലെങ്കിലും നല്ലൊരു പടം കിട്ടും. അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പാവങ്ങൾക്കൊരു ഗുണമല്ലേ? അല്ലാതെ 8 10 ലക്ഷത്തിൻ്റെ വീട് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കൃഷ്ണനെ വരച്ച് വിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകാതെ ഇതുപോലുള്ള പാവങ്ങളെ സഹായിക്കൂ. ഇതിപ്പോഴും കണ്ട ഒരു കൊച്ചു കുട്ടി വരച്ച ചിത്രമാണ്. എനിക്ക് സങ്കടം തോന്നിപ്പോയി. അവിടുന്ന് എന്തോരം ചിത്രങ്ങളാണ് ഈ കുട്ടിയുടെ കയ്യിലുള്ളതെന്നറിയോ? പക്ഷെ ആരും വാങ്ങിക്കാനില്ല. ആർക്കും വേണ്ട ഇതൊന്നും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നതാണ്, അതുപോലെ ഹിന്ദുവാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടീൻ്റെ ചിത്രമായിരിക്കും വേണ്ട. നേരെ മറിച്ച് ഈ കുട്ടി വേറെ ഏതെങ്കിലും മതത്തുനിന്ന് വന്നതാണെങ്കിൽ എല്ലാവരും കൂടി ഈ കുട്ടീനെ അങ്ങ് പൊതിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ ചിത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ്. അത്ര പോലും ആലോചിച്ച് നോക്കണം. എന്തൊരു മഹാപാപമാണ്. ഒരാളുടെ കയ്യിൽ നിന്നും മാത്രം ചിത്രം വാങ്ങിക്കുക, അയാൾ മാത്രം വലിയ ആളാവുക, ബാക്കിയുള്ള എല്ലാവരെയും തഴയുക. എന്തിനധികം പറയുന്നു? ഇപ്പോഴത്തെ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഒന്നും ആർക്കും വേണ്ട. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഈ ഒരു ഈ ഒരു കുട്ടിയുടെ, അതായത് അവരുടെ ചിത്രം ഞാൻ മോശമാണെന്നോ അല്ലെങ്കിൽ അവർ വേറെ മതത്തിൽ നിന്ന് കൊണ്ടാണെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. അല്ലാതെ ഒരാളെ മാത്രം എടുത്തു വെച്ചിട്ട് അയാൾ പറയുന്നതെല്ലാം കേട്ടിട്ട് അയാളെ മാത്രം അങ്ങ് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എത്ര പേരാണ് ഇവിടെ കൃഷ്ണൻ്റെ ചിത്രം വരക്കുന്നത്? കയ്യും കാലും ഇല്ലാത്ത ചില ആൾക്കാർ കാലുകൊണ്ട് ചിത്രം വരക്കുന്നുണ്ട്. ഉപജീവന മാർഗത്തിന് വേണ്ടി ചിത്രം വരക്കുന്നുണ്ട്. അവരുടെയൊന്നും ചിത്രമെടുക്കാൻ ഒരു ഹിന്ദുക്കളും ഇല്ല എന്നുള്ളതാണ്. പാവങ്ങൾ ഇങ്ങനെ ഈ ചിത്രവും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഈ പെൺകുട്ടിയാണെങ്കിലോ ഭയങ്കരമായിട്ട് ചിത്രങ്ങൾ വിൽക്കുന്നു, അതുപോലെ താരമാകുന്നു, എല്ലാ സ്ഥലത്തും പോയിട്ട് ചാടി വീഴുന്നു. അവർക്ക് മാർക്കറ്റിംഗ് അറിയാം, പക്ഷേ ഈ കുട്ടികൾക്ക് മാർക്കറ്റിംഗ് അറിയില്ല. അതാണ് ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യും, നീ ഇനി വേറെ ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്തു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു അത് വേണ്ട, എനിക്ക് അതിനോട് താല്പര്യമില്ല. അതായത് ഞാൻ എല്ലാ ചിത്രവും വരയ്ക്കലുണ്ട്, ഈ കുട്ടി എല്ലാ ചിത്രവും വരയ്ക്കും. പക്ഷേ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വരയ്ക്കുന്ന ഒരു കുട്ടിയാണ്. ഇതുപോലെ അനേകായിരം കുട്ടികളുണ്ട്. ഈ ഒരു വീഡിയോ കഴിഞ്ഞപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ പേഴ്സണലായിട്ടൊക്കെ എന്നെ എത്ര ആൾക്കാരാണ് കോൺടാക്ട് ചെയ്യുന്നത്. അവരൊക്കെ വരച്ച ചിത്രങ്ങൾ കണ്ടിട്ട് ഞാനിങ്ങനെ അന്തം വിട്ടുപോയി എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു ചിത്രമാണ് വേണ്ടതെങ്കിൽ അവിടെയൊക്കെ നല്ല രീതിയിൽ ചിത്രം വരക്കുന്നതാണ്. അങ്ങനെ അറിയപ്പെടാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നത് പോലെ തന്നെ ഈ കൃഷ്ണൻ്റെ ചിത്രം വരക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയിട്ട് ഓരോ ചിത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഒരുപാട് ഗുണമുണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ആലോചിക്കണം നിങ്ങൾ. അല്ലാതെ അവർക്കൊന്നും വേറെ ഒന്നും പറയാൻ അറിയില്ല. അതാണ് ഞങ്ങൾ ഇങ്ങനെയാണ്, അവിടുന്ന് വരുന്നതാണ്, ഞങ്ങളെല്ലാവരും ചീത്ത വിളിക്കുന്നുണ്ട്, അല്ലെ എന്നെ എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നൊന്നും പറയാൻ ആ പാവങ്ങൾക്കറിയില്ല. ആ പാവങ്ങൾക്ക് അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ ഇങ്ങനെ ചിത്രം വരച്ചിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് കണ്ട് ആസ്വദിക്കുക എന്നല്ലാതെ അവരെ ചിത്രം ഒരു മനുഷ്യന്മാർ പോലും മേടിക്കുന്നില്ല. ഇവിടെ ചൂടപ്പം പോലെയാണ് ഈ ചിത്രം ഈ ഒരു സ്ത്രീ വിറ്റ് പോകുന്നത്. ആലോചിച്ച് നോക്കണം. എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ചിത്രം വാങ്ങിക്കുക. നിങ്ങൾ ഒരാളുടേത് മാത്രം വാങ്ങിക്കാതെ ആ ഒരാളുടേത് മാത്രം വാങ്ങിച്ചിട്ട് അയാളിങ്ങനെ എന്താ പറയേണ്ടത്, ലക്ഷങ്ങളുടെ കണക്കുകൾ ഇങ്ങനെ പറയുന്നു. ലക്ഷങ്ങളുടെ വീട് വെക്കേണ്ട കണക്കുകൾ പറയുമ്പോൾ ഇവിടെയുള്ള പാവങ്ങളുണ്ട്. വർഷങ്ങളായിട്ട് വരക്കുന്ന ആൾക്കാരുണ്ട്. ഈ 3 4 ഇതല്ല 10 12 വർഷമായിട്ട് വരക്കുന്ന ആൾക്കാരുണ്ട്. ആർക്കും വേണ്ട ഒലിം ചിത്രാടുന്നത്. മനസ്സിലാക്കണം. വിലയും ഇല്ല, ചെറിയ വിലയുള്ളൂ, തുച്ഛമായ വിലയേ ഉള്ളൂ. എന്ത് വില കുറച്ച് കഴിഞ്ഞാലും ആർക്കും വേണ്ട. ബ്രാൻഡില്ല, അവർക്കൊന്നും ബ്രാൻഡില്ലല്ലോ.
അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളെ ചിത്രമായിരിക്കും വേണ്ട. ഹിന്ദു ദൈവങ്ങളെ വരയ്ക്കുന്ന ഹിന്ദുക്കളെ ചിത്രമായിരിക്കും വേണ്ട. അതാണ് മനസ്സിലായി. ഇവിടെയാണ് നമ്മളെ കപട രാഷ്ട്രീയവും അതുപോലെ കപട മതവും ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇതൊന്നും എന്ന് പറഞ്ഞാൽ ഒരാളെ നന്നാക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നല്ല വാങ്ങിക്കുന്നത്. അതായത് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് മറ്റുള്ളവരെ തോൽപ്പിക്കണം. ദാ അവിടെ നിന്നും ഞങ്ങളുടെ കൂടെ വന്നു, ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ ചേർന്നു, അതുകൊണ്ട് ഞങ്ങൾ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതാണ്. അതെല്ലാ ഇതിലും ഉണ്ട്. അത് മതത്തിലും ഉണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഉണ്ട്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ നോക്കിയാട്ടെ, ഇപ്പം രാഷ്ട്രീയത്തിൽ ഈ സ്വന്തം പാർട്ടിക്കാരൻ ഒരു സ്വന്തം പാർട്ടി നേതാവിനോട് പോയിട്ട് ഒരു കാര്യം പറയുന്നത്, എനിക്കൊന്ന് സഹായിക്കണം എന്ന് പറയുന്നത്, അയാൾ പറയും പോടേന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അയാളൊക്കെ അറിയാം ഇവൻ എന്നും ഇവിടെ ഉണ്ടാവുന്നു. നേരെ മറിച്ച് എതിർ പാർട്ടിക്കാരൻ വന്ന് ഇവൻ്റെ അടുത്തൊരു സഹായം കേട്ടോക്കട്ടെ, എല്ലാ കാര്യവും അവൻ ചെയ്തു കൊടുക്കും. എന്തിനാന്നല്ലേ? അതായത് അടുത്ത ഇലക്ഷന് പോയിട്ട് ഓൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാ വോട്ടും ഇങ്ങ് മേടിക്കാം അതിനു വേണ്ടിയിട്ട്. അപ്പം നേരെ മറിച്ച് ഇവൻ്റെ വീട്ടിൽ പോയിട്ടേക്കും കാര്യമില്ല, അവിടുത്തെ എല്ലാ വോട്ടും നമുക്ക് തന്നെ തരുമായിരുന്നു. അത് നിർബന്ധമാണ്, അത് തരുകയും ചെയ്യും അവർ. അങ്ങനെയുള്ള ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ നമുക്ക് നല്ലോണം അങ്ങ് പ്രോത്സാഹിപ്പിക്കുക. അകത്തുള്ളവരൊക്കെ അങ്ങ് തീർന്നോട്ടെ, അകത്തുള്ളവരെ ആരൊക്കെ വേണം. ഇവരൊക്കെ ഡെയിലി ഗുരുവായൂർ വരുന്ന ടീമാണ്. പക്ഷേ ആ കുട്ടി അങ്ങനെയല്ല, അതിലൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് പേര് വെല്ലുവിളിച്ചു കൊണ്ടും അതുപോലെ ഒരുപാട് പേര് എന്നെ തെറി പറയുന്നേ, എന്നെ അറ്റാക്ക് ചെയ്യുന്നേന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി വരുന്നത്. അപ്പോൾ അതിനിടെ സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാവരും ശ്രദ്ധിക്കും. അത് നമ്മളെ മാധ്യമങ്ങളെല്ലാം ശ്രദ്ധിക്കും. മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരും. ആ കുട്ടിക്കും അതുകൊണ്ട് നല്ലൊരു ഗുണമുണ്ടായി എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഇതൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവർക്കൊക്കെ ഒരു കൃഷ്ണൻ്റെ ഒരു ഫോട്ടോമാണ് വേണ്ടതെങ്കിൽ ഈ പാവങ്ങളെ സഹായിക്കുക. ഈ കുചേലന്മാരെക്കാട്ടിയും കഷ്ടമുള്ള ഒരുപാട് ചിത്രകാരന്മാരുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നേ, ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും വലിയ ദോസ്താരാന്നറിയാലോ? കുചേലനാണ്. കാരണം കുചേലൻ്റെ ഒരു പാട്ടും കൂടി ഉണ്ട്. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. അതാണ് ആ പാട്ടും പാടിക്കൊണ്ടാണ് കുചേലൻ വന്നത്. കാരണം കുചേലൻ കൊണ്ടുവന്ന ഒരുപാട് അവിലാണ്. അതുപോലെയുള്ള ഒരുപാട് കുചേലന്മാർ ഇവിടെ ചിത്രങ്ങൾ വരക്കുന്നുണ്ട്. ആർക്കും വേണ്ട. ആ പാവങ്ങൾക്കിത് വിൽക്കാൻ അറിയില്ല, ആ പാവങ്ങൾക്കിത് വിൽക്കാൻ അറിയില്ല, ഇതെങ്ങനെ വിൽക്കണം എന്നറിയില്ല. ഞാൻ പറയുകയാണ്, എൻ്റെ ഈ ചിത്രം വരക്കുന്നവരോടൊക്കെ ഞാൻ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ചിത്രം ആരെങ്കിലും വാങ്ങിക്കുമോ നോക്കാല. നിങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ അവിടെ ഇരിക്കണം. ആരെങ്കിലും വന്ന് മേടിക്കുമോ നമുക്ക് നോക്കാലോ. കാരണം അവിടെ ആരും വാങ്ങിക്കൂല. അതാണ് ഈ പാവങ്ങൾ ഇങ്ങനെ പട്ടിണി പാവങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവർക്കൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചിത്രം ആരും വാങ്ങിക്കുന്നുമില്ല. എന്നാൽ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ പോയിട്ട് ഇവരുടെ ചിത്രം മേടിക്കുന്നത്. ഇവരുടെ ചിത്രത്തിന് എന്താ പ്രത്യേകത എന്ന് നമുക്കറിയില്ല. ഇവർ വരക്കുന്നതിലും അടിപൊളിയായിട്ടാണ് ഈ പാവങ്ങൾ വരക്കുന്നത്. പക്ഷേ മാർക്കറ്റ് ചെയ്യാനറിയില്ല. അതാണ് ഞാൻ പറയുന്നത്, മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇന്നും ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ ആയിരിക്കും വേണ്ട. അപ്പോൾ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹിന്ദു വികാരമൊന്നുമല്ല. എല്ലാ ഹിന്ദുക്കളൊന്നും ഇതൊന്നുമല്ല. ഈ ഹിന്ദുക്കൾ, നല്ല ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലും പോകും, പള്ളിയിലും പോകും, എല്ലാവരെയും പോകും, എല്ലാവർക്കും പിരിവും കൊടുക്കും, ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ചില ആൾക്കാരില്ലേ ഭയങ്കരമായിട്ടങ്ങ് ഇതും കൊണ്ട് നടക്കുന്നേ, അവന്മാരൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. അവന്മാരുമായിട്ട് ഒരിക്കലും നമുക്ക് ദോസ്താകാൻ പറ്റൂല. അതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാവങ്ങളുടെ കയ്യിൽ നിന്നും ഒരു ചിത്രം മേടിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.